മൊയ്നും സാജിദും കുലഫ്സയും. മൂന്നു പേർക്കും ഒട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഇത്തിരി നിറം മങ്ങിയ ഒരു ഭൂതകാലമുണ്ട്. ഇത് ഇവരുടെ കഥയാണ്. മൊയ്ന് വീട്ടിലെന്നും സാമ്പത്തിക പരാധീനതകളാണ്. അങ്ങനെയാണ് അവനൊരു പാനിപുരി കച്ചവടക്കാരനായത്. നമ്മുടെ സ്കൂളിന് പുറത്ത് വിദ്യാർത്ഥികളുടെ കച്ചവടവും പ്രതീക്ഷിച്ച് ദിനേന അവനെത്തും. കുട്ടികൾക്കൊപ്പം കളിച്ചും പഠിച്ചും നടക്കേണ്ട ഈ പ്രായത്തിൽ തൻ്റെ 5 അംഗ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അവൻ ഏറ്റെടുത്തിരിക്കുന്നത്. മഴയും വെയിലും ചൂടും കൊടും തണുപ്പുമൊക്കെ അവഗണിച്ച് ഒരു ദിവസം പണിയെടുത്താൽ ആകെ കിട്ടുന്നതും വെറും 100-200 മാത്രം. നിത്യവും സ്കൂളിലെത്തിയിരുന്ന പഠിക്കാൻ മിടുക്കനായിരുന്ന സാജിദ് പിന്നീട് സ്കൂളിൽ തീരെ എത്താതെയായി. അന്വേഷിച്ചെത്തിയപ്പോഴാണ് മുടിവെട്ട് പഠിക്കാൻ ടൗണിലൊരു ബാർബർ ഷോപ്പിൽ ചേർന്നെന്ന വിവരം അറിയുന്നത്. മിഠായി കച്ചവടക്കാരനായ പിതാവിന് ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു. കുടുംബത്തിൻ്റെ ഭാരം അങ്ങനെ സാജിദിൻ്റെ ഉത്തരവാദിത്വമായി. 4 വർഷം മുമ്പാണ് ഗുലഫ്സയുടെ പിതാവ് മരണപ്പെട്ടത്. പിതാവിൻ്റെ ആകെ സമ്പാദ്യം ഇതാ ഈ ചെറുകൂര മാത്രം. വിധവയായ ഉമ്മയ്ക്കും തൻ്റെ 4 അനിയന്മാർക്കുമൊപ്പം ഈ കൊച്ചുകൂരയ്ക്ക് ചുവട്ടിൽ കഴിച്ചുകൂട്ടിയ കാലങ്ങൾ. പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ ഒരിക്കലും അനുകൂലമല്ലായിരുന്നു. ഈ കുട്ടികളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ നമ്മൾ ഒരുക്കമല്ലായിരുന്നു. അവരെ ത്വയ്ബ ഏറ്റെടുത്തു. അവരുടെ രക്ഷിതാക്കളെ കണ്ട് സഹായങ്ങൾ ഉറപ്പു നൽകി. ഓരോ മാസവും അവരുടെ വീടുകളിൽ ഭക്ഷണ സാമഗ്രികൾ എത്തിച്ചു. കുട്ടികളെ പതിയെ സ്കൂളിലേക്ക് കൈപിടിച്ചു. രാജ്യം നമ്മിൽ നിന്ന് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ. കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണകൾ നൽകി. ബാലവേലകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടി അറിവിൻ്റെ അനന്തമായ ആകാശത്തേക്ക് പറന്നെത്തിയ ഇവർക്ക് ഇന്ന് ഇരട്ടി മധുരമാണ്. ഈ സ്വാതന്ത്ര്യദിനം ഇവരുടേതാണ്.